സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടതാണ് നമ്മുടെ പഹൽഗാമിൽ ബൈസരൻ വാലിയിൽ ഒരു 4ഓളം വരുന്ന തന്തയ്ക്ക് മുൻപുണ്ടായ പാകിസ്ഥാനിലെ തീവ്രവാദികളായിട്ടുള്ള തന്തയില്ലാത്തവന്മാർ ചെയ്ത പ്രവൃത്തി. അവന്മാരുടെ പ്രവൃത്തിയിൽ മരിച്ചത് 29ലധികം ആളുകളാണ്. അതിൽ മലയാളികളടക്കം ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ കേന്ദ്ര സർക്കാരിൻ്റെ വ്യക്തമായ നിലപാടും ശക്തമായ നിലപാടുകളും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും ഇന്നലെയായിട്ട് എല്ലാം കാണുന്നതാണ്. അപ്പോൾ ഇനി മുതൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് കുടിവെള്ളം പോലും കിട്ടാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ കേന്ദ്ര സർക്കാർ ഉടമ്പടി അങ്ങ് മരവിപ്പിച്ചു. അതായത് സിന്ധു നദീജല കരാർ. എന്താണ് ഈ സിന്ധു നദീജല കരാർ? അതായത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുണ്ടായിരുന്ന ഒരു കരാറിന്മേൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു അന്ന് പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്ത്, അതായത് 1960 സെപ്റ്റംബർ 19 ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. ഈ പറയുന്ന പാകിസ്ഥാന് 70% ജലവും ബാക്കി ഇന്ത്യക്കും വേണം എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു എഗ്രിമെന്റ്. ലോകബാങ്കിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു കരാർ ഉണ്ടായിരുന്നു. പിന്നീട് ആ കരാറിൽ കൂടുതലും രണ്ട് രാജ്യങ്ങൾ തമ്മിലും അവരെന്താണ് ആ വെള്ളം കൊണ്ട് ഉപയോഗിക്കുന്നത്, എന്താണ് കൂടുതലായിട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു എഗ്രിമെന്റും ഉണ്ട്. അത് അറിയിക്കണം എന്നൊരു എഗ്രിമെന്റും ഉണ്ടായിരുന്നു. പക്ഷേ പാകിസ്ഥാന് ഇതിൽ കൂടുതൽ ഭാഗം പാകിസ്ഥാൻ ആയിരുന്നത് കൊണ്ട് തന്നെയും ഇന്ത്യക്ക് പല സമയങ്ങളിലും വരൾച്ച അതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്തും ഇന്ത്യക്ക് അത് തിരികെ പിടിക്കാനായിട്ടൊരു ആവശ്യമുണ്ടായിരുന്ന സമയത്തും അതെല്ലാം പരിഗണിച്ചിരുന്നില്ല. പക്ഷേ ഒരു അക്രമാസക്തമായൊരു വേളയിൽ കേന്ദ്ര സർക്കാർ നിലപാട് ഉറപ്പിച്ചിരിക്കുകയാണ്. അതായത് ഇനി ഈ പറയുന്ന തീവ്രവാദികൾക്ക് ഒരു തുള്ളി ജലം പോലും കൊടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് ആ ജലം ആ ഒരു കരാർ ഞങ്ങൾ മരവിപ്പിക്കാൻ പോവുകയാണ്, മരവിപ്പിക്കുകയും ചെയ്തു. ഇനി പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് കുടിക്കാൻ പോലും ഒരു തുള്ളി വെള്ളമില്ലാത്ത അവസ്ഥയിൽ നരകിച്ച് മരിക്കും നമുക്ക് കാണാൻ സാധിക്കും. ആ 4 പേര് ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ അതിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ കുടിവെള്ളം കിട്ടാതെ മരിക്കുക എന്നുള്ള, അല്ലെങ്കിൽ കുടിവെള്ളം കിട്ടാതെ കൊല്ലുക എന്നുള്ളത് തന്നെയാണ്. അതെന്തായാലും നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു ശക്തമായ ഇടപെടലുകൾ കൊണ്ട് നടക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നടക്കുക തന്നെ ചെയ്യും. അതിപ്പോൾ തന്നെ നടന്നിരിക്കുകയാണ്. അതിൽ മരണമടഞ്ഞിട്ടുള്ള കൊച്ചിയിലെ ഒരു സൈനികനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകളുടെ ഓരോ വാക്കുകളും നമ്മൾ കണ്ടതാണ്. ഇവർ വന്നിട്ട് 2 വാക്കുകളാണ് ചോദിക്കുന്നത്. ആ വാക്കുകൾക്ക് ഉത്തരം പറഞ്ഞാൽ ഉടനെ കൊന്നു കളയുകയാണ്. ഒരു നിഷ്കരണം കൊല്ലുകയാണ്. ഒരു ചോദ്യം ചോദിക്കുന്നു, ഉത്തരം പറയുന്നില്ല, കൊല്ലുന്നു. അല്ലെങ്കിൽ ഉത്തരം എന്ത് പറഞ്ഞാലും കൊന്നു കളയുന്നു. കൺമുൻപിൽ കാണുന്നവരെ എല്ലാം കൊല്ലണമെന്നുള്ള ഉറച്ച ലക്ഷ്യത്തോടു കൂടി വന്ന തീവ്രവാദികളായിരുന്നു ഈ 4 പേര്. ഈ 4 പേരെ പിന്നീട് കാണാനും ഇല്ല. എവിടെയാണെന്ന് പോലും നമ്മുടെ ഈ ആർമിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതെന്തായാലും പാകിസ്ഥാൻ അവന്മാരെ ഒളിപ്പിച്ചിട്ടുണ്ടാവുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നിസ്സംശയം പറയാം, അവന്മാരെ അവരുടെ ഈ പറയുന്ന പാകിസ്ഥാനിലെ അവരുടെ സർക്കാർ തന്നെ ഒളിപ്പിച്ചിട്ടുണ്ടാവണം. അതിനുശേഷം ഇന്ന് വന്നൊരു വാർത്തയാണ്. പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി പറഞ്ഞാണ്, പെഹൽഗാമിൽ ആക്രമണം നടത്തിയവർ സ്വാതന്ത്ര്യ സമര സേനാനികൾ. ഭീകരരെ പ്രശംസിച്ച് പാക് ഉപപ്രധാനമന്ത്രി. ഇവരെ വേണം ആദ്യം അടിക്കുക. ഇവന്റെ ഹെഡ് ഷോട്ട് അടിച്ച് ഇവനെയൊക്കെ കൊന്നു കളയണം. പാകിസ്ഥാനിലെ ഉപപ്രധാനമന്ത്രി, എടാ നാണം ഉണ്ടോടാ നിനക്ക്? ഇത്രയും ആളുകളെ കൊന്നിട്ട് നീയൊക്കെ എന്തായാലും തീരാൻ പോവുകയാണ്. അതിനകത്ത് വേറെ ഒരു സംശയമില്ല, യാതൊരുവിധ സംശയമില്ല. നീ അടക്കം നിന്റെ കുടുംബത്തിലുള്ള എല്ലാം തീരുകയും ചെയ്യും, നിന്റെ രാജ്യത്തിലുള്ള എല്ലാം തീരുകയും ചെയ്യും. പ്രധാനമന്ത്രി രാജ്യം പോയവനെ പ്രധാനമന്ത്രിയുടെ ആവശ്യമില്ലല്ലോ. അപ്പം വല്ല പണിയെടുത്ത് ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ജീവിച്ചു. എന്തായാലും കേന്ദ്രം നല്ല രീതിയിൽ തന്നെ നിലപാട് ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ കേന്ദ്രത്തിന്റെ സൈഡിൽ നിന്ന് വന്നൊരു തകർച്ച അല്ലെങ്കിൽ ഒരു വീഴ്ച തന്നെയാണ് ഈ പറയുന്ന അക്രമകാരികൾ ഇവർ ഇതിനകത്തേക്ക് കടന്നു കയറിയതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു നിയന്ത്രണ രേഖ ലംഘിച്ചുകൊണ്ട് ഇവന്മാർ അകത്തേക്ക് കയറി. എന്നിട്ട് ഇവന്മാർ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. നമ്മുടെ ഒരു BSF ജവാനെ ഇവന്മാരുടെ കൈക്കലാക്കി. അതിപ്പോഴും അതെന്താണെന്നുള്ള അവന്മാർക്ക് നമുക്ക് തിരിച്ചു വേണമെന്നുള്ളൊരു അപ്രൂവലിന് വേണ്ടിയിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്താണെന്നുള്ള അറിയില്ല. അത് തിരികെ വരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പില്ല. എന്തായാലും തിരികെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് അബദ്ധവശാൽ നിയന്ത്രണ രേഖ കടന്നപ്പോഴാണ് അയാളെ കൊണ്ടുപോയത്. അപ്പോൾ എന്തായാലും തിരികെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ പാകിസ്ഥാനെതിരെ ഇപ്പോഴും നമ്മുടെ ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ഇത് ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും. പക്ഷെ പാകിസ്ഥാൻ ഓരോ സൈഡും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് പാകിസ്ഥാനിലുള്ള തീവ്രവാദികളെ തീർക്കാനായിട്ട് നമ്മുടെ ഇന്ത്യക്ക് സാധിക്കട്ടെ, നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് അതിന് സാധിക്കട്ടെ. നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നില്ല, ഇന്ത്യൻ ആർമിക്ക് സാധിക്കും. ഇന്ത്യൻ ആർമിക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഇന്ത്യൻ ആർമി ഇറങ്ങിക്കഴിഞ്ഞാൽ പാകിസ്ഥാനിലുള്ള എല്ലാവന്മാരെയും ഇഞ്ചിഞ്ചായിട്ട് തീർത്ത് കളയും. പഹൽഗാവിലെ ബൈസരൻ വാലിയിൽ വീണ ഓരോ തുള്ളി ചോരയ്ക്കും ഓരോ തുള്ളി കണ്ണുനീരിനും അവർ പകരം ചോദിച്ച് എണ്ണി തീർത്തിരിക്കും നിന്നെയൊക്കെ എന്ന് എനിക്ക് ഈ സമയത്ത് പറയാനുണ്ട് പാകിസ്ഥാനോട്. എന്താണ് സിന്ധു നദീജല കരാർ എന്നുള്ളത് ഞാനൊരു ചെറിയൊരു ഡോക്യുമെന്ററി പോലാക്കി വിക്കിപീഡിയയുടെ സഹായത്തോടു കൂടി ഈ ഒരു സൈഡിൽ വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടു നോക്കി അറിയാൻ സാധിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലുണ്ടാക്കിയ ഒരു ജലവിതരണ കരാറാണ് സിന്ധു നദീജല ഉടമ്പടി. 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയൂബ് ഖാനും ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഈ കരാർ പ്രകാരം കിഴക്കോട്ടൊഴുകുന്ന ബിയാസ്, രാവി, സത്ലജ് എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കും, പടിഞ്ഞാറോട്ടേക്കൊഴുകുന്ന സിന്ധു, ചിനാബ്, ഝലം എന്നീ നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനും ലഭിച്ചു. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികൾ ആദ്യം ഇന്ത്യയിൽ കൂടി ഒഴുകുന്നതിനാൽ അതിലെ ജലസേചനത്തിനും യാത്രയ്ക്കും വൈദ്യുതോൽപാദനത്തിനും ഇന്ത്യക്ക് ഉപയോഗിക്കാൻ വ്യവസ്ഥകളുണ്ടായിരുന്നു.
ഇന്ത്യയിൽ കൂടി ഒഴുകുന്ന നദികളെ ഇന്ത്യ തിരിച്ചുവിട്ട് പാകിസ്ഥാനിൽ വരൾച്ചയും പട്ടിണിയും ഉണ്ടാകുമോ, പ്രത്യേകിച്ച് യുദ്ധകാലത്ത് എന്ന പാകിസ്ഥാന്റെ പേടിൽ നിന്നുമാണ് ഇത്തരമൊരു കരാർ ഉടലെടുത്തത്. 1960 ഈ കരാർ അംഗീകരിച്ചതിന് ശേഷം വെള്ളത്തിനായി ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധമുണ്ടായിട്ടില്ല. കരാറിലെ വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പരാതികളും തർക്കങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഇന്ന് ലോകത്തുള്ള നദീജല പങ്കുവയ്ക്കൽ കരാറുകളിൽ ഏറ്റവും വിജയകരമായ ഒന്നായി സിന്ധു നദീജല ഉടമ്പടിയെ കരുതി പോകുന്നു. കരാർ പ്രകാരം സിന്ധു നദിയിലെ 20% വെള്ളം മാത്രമേ ഇന്ത്യക്ക് ഉപയോഗിക്കാനാവൂ. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ 2025 ഏപ്രിൽ 23 ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു. കണ്ടില്ലേ, ഇതാണ് ഈ പറയുന്ന സിന്ധു നദീജല കരാർ. അതാണ് നമ്മുടെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പാകിസ്ഥാനിലെ ജനങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ തന്തയില്ലാത്തവന്മാർ വെള്ളം കിട്ടാതെ മരിക്കാൻ പോകുന്നുള്ളൊരവസ്ഥ നമുക്കറിയാം. അത് നമ്മൾ കൺമുൻപിൽ തന്നെ കാണുകയും ചെയ്യും. നമുക്ക് നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നൊരു വാർത്തയാണ്, ജീവനോടെ ഉണ്ടെങ്കിൽ മകൻ സൈന്യത്തിന് മുൻപിൽ കീഴടങ്ങണം. അതായത് ഈ പറയുന്ന ബൈസരൻ വാലിയിൽ അക്രമം നടത്തിയ ഒരു തന്തയില്ലാത്തവൻ്റെ ഒരു ഉമ്മയാണ് ഈ സംസാരിക്കുന്നത്. ആ അമ്മയുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. മകൻ എത്ര തെറ്റിയതാലും അംഗീകരിക്കുന്ന ഒരുപാട് അമ്മകളുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം. ആ കേരളത്തിലല്ലേ നമ്മുടെ രാജ്യം. ഇവിടെ നമ്മൾ പല വിഷയങ്ങളും കണ്ടതാണ്. ഈ വെഞ്ഞാറമൂട് കൊലപാതകമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഈ ഉമ്മ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേട്ട് നോക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ഭീകരവാദികളെ എപ്പോഴും കുടുംബം തള്ളിപ്പറയാറുണ്ട്. കുറ്റവാളികളെ അമ്മമാർ തന്നെ തള്ളിപ്പറയുന്നത് കേരളത്തിലും നാം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കശ്മീരിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകര സംഘത്തിലുള്ള ആദിൽ ഹുസൈൻ്റെ അമ്മയും അതുതന്നെയാണ് പറയുന്നത്. ജീവനോടെ ഉണ്ടെങ്കിൽ മകൻ സൈന്യത്തിന് കീഴടങ്ങണമെന്ന് ഭീകരാക്രമണത്തിൽ പ്രതിസ്ഥാനത്തുള്ള ആദിൽ ഹുസൈൻ്റെ അമ്മ ഷഹസാദ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മകൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ പോലും ഒന്നും പറയാനില്ല. 8 കൊല്ലം മുമ്പ് പരീക്ഷ എഴുതാനായി വീട് വിട്ടു പോയതാണെന്നും പിന്നീട് മടങ്ങിയെത്തിയിട്ടില്ലെന്നുമാണ് ഷഹസാദ പറയുന്നത്. अभी आदिल अगर पकड़ा जाता है तो फिर उसका तो एनकाउंटर कर दिया जाएगा. आप कर दो ये जन तेरे वो ताइतन वुष्ट जहाँ भी मिलेगा कर दो उसका. छोड़ दो कि अगर उसका नाम आ गया, मैं उनको यही कहना चाहता हूँ, आप जहाँ कहीं भी हो, अगर जिंदा हो तो मेहरबानी करके सोच को अपने आप को हवा नहीं कर दो. अगर मर गए तो फिर हम क्या कर सकते हैं? आप चूंकि अम्मा है, अम्मी है आदिल की, अपनी अपने बेटे आदिल से क्या कहेंगे? अगर वो सुन रहा होगा आपके सामने होगा तो अगर आदिल दपत अस कर यम साहब अशे कर मेहरबानी कर कछु क्या छु ये तो ये ताइतन छु जिंदा हो या मुर्दा, अगर तो हमें हमारे लिए पाकिस्तान के सामने हथियार नहीं क्या पता छु नहीं पढ़ना चाहते. पता किया. ഇതിൽ നമ്മൾ കാണുന്നത് ആ അമ്മ പറയുന്നത്, അതായത് മകനെ നീ ജീവനോടുണ്ടെങ്കിൽ ഈ സൈന്യത്തിന് മുൻപിൽ നീ കീഴടങ്ങണം, നീ ചെയ്ത് വലിയൊരു തെറ്റാണ്. ആ അമ്മ പറയുന്ന വാക്കുകൾ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ അമ്മമാർക്കും ഒരു മാതൃകയാണ്. കാരണം മകൻ എന്ത് പോക്രത്തരം കാണിച്ചാലും അതിനെല്ലാം അംഗീകരിക്കുന്ന അമ്മമാർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ പലപ്പോഴും കണ്ടതാണ്. അപ്പോൾ ഈ ഒരു അമ്മ പറയുന്നത്, മകനെ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരികെ വന്ന് സൈന്യത്തിന് കീഴടങ്ങണം, നീ വലിയ തെറ്റാണ് ചെയ്യുന്നത്, നീ മഹാപാപമാണ് ചെയ്തിരിക്കുന്നതെന്നാണ്. എന്തായാലും അമ്മയുടെ വാക്കുകൾ കൊള്ളാം. പക്ഷേ മകൻ ഇനി സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങിയാലും മകനെ ഇനി കണി കാണാൻ പോലും കിട്ടില്ല. കാരണം അവന്മാർ കൊന്നൊടുക്കി ഇന്ത്യയിലെ ഓരോ പൗരന്മാരുടെ അല്ലെ ഓരോ ആളുകളുടെയും അവരുടെ എല്ലാം കുടുംബത്തിൻ്റെയും അവരുടെ എല്ലാം കണ്ണുനീരിൻ്റെയും ചോരയുടെയും അതിനുള്ള മറുപടിയായിട്ട് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഓരോ വെടിയുണ്ടെയും നിങ്ങളുടെ മകൻ്റെ നെഞ്ചിൽ തന്നെ തുളച്ചു കയറും. നിങ്ങളുടെ പാകിസ്ഥാനിലുള്ള എല്ലാ തീവ്രവാദികളുടെ നെഞ്ചത്ത് തുളച്ചു കയറും. എന്തായാലും ഇവന്മാരെ ഇനിയും ഭൂമിയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. എല്ലാവന്മാരെ തീർത്ത് കളയുന്നതിൻ്റെ അത്രയും തീർത്ത് കളയും. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇനി വേണ്ടല്ലോ. അത് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ വിചാരിച്ചാൽ നടത്താവുന്നതേ ഉള്ളൂ. ഇന്ത്യ വിചാരിച്ചാൽ നടക്കുകയുള്ളൂ. ഇന്ത്യ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. കാരണം എന്ത് പറ്റിയാലും തൻ്റെ മുന്നിൽ പോകുന്നവരാണെങ്കിലും തനിക്കെന്ത് പറ്റിയാലും ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ സ്നേഹിക്കും, ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ കാക്കുമെന്നുള്ള ഉറച്ച പൂർണ്ണ വിശ്വാസമുള്ള ആണത്തമുള്ളവന്മാരാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിലുള്ള ഇന്ത്യൻ സേനയിലുള്ളത്. അല്ലാതെ ഈ ഭീരുക്കളെ പോലെ ഓടി ഒളിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന സൈന്യത്തിൻ്റെ യൂണിഫോം ഇട്ടുകൊണ്ട് വന്നിട്ട് തന്തയില്ലായ്മ കാണിക്കാനോ ഒന്നും നമ്മുടെ സൈന്യം നിൽക്കില്ല. നമ്മുടെ സൈന്യം തീർക്കുമെന്ന് പറഞ്ഞാൽ നേർക്ക് നേർ നിന്ന് തീർത്തിരിക്കും. അതെന്തായാലും ഉടനെ തന്നെ സംഭവിക്കും. ഓരോ തുള്ളി ചോരയ്ക്കും ഓരോ തുള്ളി കണ്ണുനീരിനും ഞങ്ങളുടെ ഇന്ത്യൻ സൈന്യം നിന്നോടൊക്കെ പകരം വീട്ടിയിരിക്കും. അത് അവിടെ വന്ന് തീർക്കും. നിന്റെയൊക്കെ വീടിപ്പോൾ തകർത്തിട്ടുണ്ട്. അത് അവിടുത്തെ ഭരണകൂടമാണെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇതൊരു മുന്നറിയിപ്പാണ്. ഇനിയും വരാൻ പോകുന്ന വലിയൊരു അപകടത്തിന്റെ മുന്നറിയിപ്പ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അഡ്വൈസ് തരാം. നിങ്ങൾ ഒരിക്കലും എതിർക്കാൻ നിൽക്കരുത് ഇന്ത്യയോട്. കാരണം ഇന്ത്യയോട് എതിർത്ത് കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളും ഇന്ത്യക്കൊപ്പം നിൽക്കും. ഇന്ത്യക്ക് വലിയൊരു സൈന്യമുണ്ട്. ആ സൈന്യം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നുമല്ല, നീയൊക്കെ ചാരമാവും, നാമാവിശേഷമാവും. എന്തിൻ്റെ പേരിലാണ് നിൻ്റെയൊക്കെ ഉപപ്രധാനമന്ത്രി ഈ രീതിയിലുള്ള പ്രഹസനങ്ങൾ നടത്തുന്നതെന്ന് അറിയില്ല. എന്ത് തന്നെയാണെങ്കിലും നിൻ്റെയൊക്കെ വെള്ള പുതച്ചുള്ള ശരീരം പോലും കാണാൻ, അല്ലെ നിൻ്റെ ഒന്നും മുഖം പോലും കാണാൻ സാധിക്കാത്ത വിധം ഞങ്ങളുടെ സൈന്യം ഇറങ്ങി അങ്ങ് ചെയ്യും. ചെയ്യുമെന്ന് പറയൊന്നുമില്ല. പക്ഷേ
കയറി ചെയ്തിട്ട് പോന്നിട്ടുള്ള ചരിത്രം മാത്രമേ നമ്മുടെ സൈന്യത്തിനുള്ളൂ. അത് ചെയ്യുകയും ചെയ്യും. അവർക്കൊരു അപ്രൂവൽ കിട്ടിയാൽ മതി. അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ പയ്യന്മാർ കയറി അങ്ങ് മേയും. നീ ആരാണ്, നീ എന്തിനാണ് ഇത് ചെയ്തത്, അല്ലെങ്കിൽ നിന്റെ വീട് എവിടെയാണെന്ന് നീ ചിന്തിക്കുന്നത് നിന്റെ ഞരമ്പുകളിൽ നിന്ന് നിന്റെ തലച്ചോറിലേക്ക് പ്രവഹിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യൻ ആർമി നിന്നെയൊക്കെ തീർത്തിരിക്കും. അതെന്തായാലും നടക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരെ കളിച്ചു കഴിഞ്ഞാൽ അതെന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് നിനക്കൊക്കെ ഇപ്പോൾ ബോധ്യമാവും. ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട് ഏകദേശം. എന്തായാലും കുടിക്കാൻ കുടിവെള്ളം പോലും ഇല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ കേന്ദ്ര സർക്കാർ പൂട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ബാക്കിയുള്ള വരും ദിവസങ്ങളിൽ ഇനിയും നമുക്ക് കണ്ടറിയാം. ഈ പറഞ്ഞ 4 ഭീകരരെയും കൊന്നു എന്നുള്ളൊരു സന്തോഷകരമായ ഒരു വാർത്ത കൂടി നമുക്ക് കാണാൻ സാധിക്കും. മരിച്ച ആളുകളുടെ കുടുംബത്തിന് ഇതെല്ലാം ക്ഷമിക്കാനും സഹിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ 4 പേരെ മാത്രം കൊന്നാലും മതി. പാകിസ്ഥാനിലെ എല്ലാ ആളുകളുടെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ലൈവായിട്ട് തന്നെ ഇവന്മാരെ കൊന്നു കാണിക്കണം. എങ്കിൽ മാത്രമേ ഇനി ഈ പറയുന്ന അക്രമത്തിന് ഇവന്മാർ വരാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ തന്നെയും രാജ്യത്തിനെ വലിച്ചു കീറാൻ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് സാധിക്കും. ഒരു ചെറിയൊരു അപ്രൂവൽ കിട്ടിയാൽ മതി, അവന്മാർ കയറി മേയും. അതെന്തായാലും ഉടനെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പാകിസ്ഥാനെ കാത്തിരുന്നോളൂ, വരുന്നുണ്ടാ ഞങ്ങളുടെ പടകൾ നിന്നെയൊക്കെ തീർക്കാൻ. അപ്പോൾ ഇതിൽ നമ്മുടെ ഹാഷ്മി 24 ന്യൂസിലെ ഹാഷ്മി പറഞ്ഞൊരു അടിപൊളി വാക്കുകളുണ്ട്. അതായത് അത് നമുക്കറിയാം, ഈ പറയുന്ന ഹാഷ്മി പല സമയങ്ങളിലും പല കാര്യങ്ങൾ വരുമ്പോഴും കടുകട്ടി വാക്കുകൾ കൊണ്ട് ഒരൊറ്റ സ്ട്രെച്ചിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നൊരു വ്യക്തിയാണ്. അതേ ഹാഷ്മിയുടെ തന്നെ ദൃഢവും വ്യക്തവുമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന രീതിയിലൊരു കാര്യം ഹാഷ്മി അവതരിപ്പിക്കുകയുണ്ടായി. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ദൂരെ കടുകുപൂത്ത മഞ്ഞപ്പാടങ്ങൾ, ആപ്പിൾ പൂക്കൾ, മഞ്ഞുമലകൾ. ഈ ഭൂമിയിൽ ഒരു പാരഡൈസ്, ഒരു സ്വർഗ്ഗമുണ്ടെങ്കിൽ അത് ഈ താഴ്വാരമാണ് എന്ന് നമ്മൾ പറഞ്ഞു പഠിച്ചൊരു സ്ഥലത്താണ്. മനുഷ്യരക്തത്തിന് നടുവിൽ ഒരു പെൺകുട്ടി, അനാഥം എന്ന വാക്കിന്റെ പ്രതീകം കണക്കെ പ്രിയപ്പെട്ടവർ ചാരെ മൗനമായിരിക്കുന്ന ഒരു ചിത്രം ഒരിക്കൽ കൂടി ഒന്ന് കാണാനാവില്ല. ആ നിശബ്ദ വേദനയ്ക്ക് എന്തൊരാഴമാണ്. ആ കൈകളിൽ കിടക്കുന്ന ചുവന്ന കുപ്പിവളകൾ മിണ്ടാതെ പറയുന്നുണ്ട്, 6 നാൾ മാത്രം നീണ്ടൊരു മധുരം. ആർത്തുകരയാൻ പോലും പാങ്ങില്ലാത്ത പകപ്പിൽ ആ ഇരിപ്പിൽ നിശബ്ദം നിസ്സഹായം ഇടനെഞ്ചിലൂടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് വിഷം തേച്ച ഇരുമ്പാണികൾ അറിഞ്ഞു കയറ്റും പോലെ കുത്തിവലിക്കുന്നുണ്ട് ആഘാത വേദന. ഈ രാജ്യത്തിന്റെ കൊക്കിരി ജീവനുള്ള കാലത്തോളം മറക്കാവതാണോ? വൈധവ്യങ്ങൾ, പുത്രദുഃഖങ്ങൾ, അനാഥരായ മക്കൾ, ആ 29 പേരുടെ ജീവത്യാഗത്തിന് കാരണക്കാരായ ചെകുത്താന്റെ മക്കൾക്ക് സ്വപ്നത്തിൽ പോലും മാപ്പ് എന്ന വാക്ക് മിണ്ടാവതാണോ, പൊറുക്കാവതാണോ? അന്ന് പത്താൻകോട്ടിൽ, പുൽവാമയിൽ, ഉറിയിൽ, അമർനാഥിൽ, റിയാസിയിലൊക്കെ കുരുതുകൾക്ക് ശേഷം പറഞ്ഞ പോലെ അടിച്ചുവെച്ച മട്ടിലാണ് റെഡിമെയ്ഡ് പ്രതികരണം. ഞങ്ങൾക്ക് പങ്കില്ല എന്നാണ് പാകിസ്ഥാന്റെ പറച്ചിൽ. വെറും വ്യാജവർത്താനം. എന്നിട്ട് അലങ്കാരം പോലെ അയൽ രാജ്യത്തിന് അനുശോചനം. ആർക്ക് വേണമടോ കൊണ്ടുപോയി പുഴുങ്ങി തിന്ന്. നിങ്ങളുടെ ആത്മാർത്ഥതയില്ലാത്ത വെറും വാക്ക് മിസ്റ്റർ ഷഹബാസ് ഷരീഫ് അഥവാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. സൈന്യത്തോട് നേർക്കുനേർ നിൽക്കാൻ ധൈര്യമില്ലാത്ത പേടിത്തൂറികൾ, തോക്കെടുത്ത് നിരായുധരായ സാധാരണക്കാരെ കൊന്നൊടുക്കിയ സൂത്രധാരൻ സൈഫുള്ള കസൂരി ഹാഫിസ് സയ്യിദിന്റെ വലം കൈയാണെങ്കിൽ, ഇന്ത്യ വിരോധം കൊണ്ട് പിഴച്ചു പൊളിച്ച പാക് പട്ടാളത്തിന്റെ തലച്ചോറാണെങ്കിൽ, ISIയുടെ സാമന്തനാണെങ്കിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്ന പച്ചക്കള്ളം പാകിസ്ഥാനെ പോയി പള്ളി പറ. മറന്നവരാണ് നിങ്ങൾ. പരാജയത്തിൽ ഉളുപ്പില്ലാതെ മുട്ടുകുത്തി ജീവന് വേണ്ടി തണ്ടിയ മേധാവി നിയാസയെ ഞങ്ങൾ വെറുതെ വിട്ട നാളം കിട്ട ചരിത്രം. കാർഗിൽ തിരിച്ചോട്ടം, ബലാക്കോട്ടിന് നീലാകാശ് നിറഞ്ഞ മിറാഷ് വിമാനങ്ങൾ, താഴെ ചാമ്പലായി ചത്തുമലച്ചു കിടന്ന ഹാഫിസ് സയ്യിദ് അടവച്ചിറക്കിയ അന്തകവിത്തുകൾ, മരണവക്താക്കളൊക്കെയും മറന്നതാണെങ്കിൽ പഠിക്കുന്നില്ലെങ്കിൽ കാത്തിരിക്കുക ആവർത്തന ചരിത്രം. ചോര കൊണ്ട് അശരിവാദം, ഈ മഹാരാജ്യത്തിന്റെ പ്രതികാരം തടുക്കാൻ നിങ്ങളുടെ സൈനിക മേധാവി ഉണ്ടല്ലോ. ഇന്ത്യ വിരോധം തലക്കി പിടിച്ച് വട്ടായൊരുത്തൻ അസീം മുനീർ, അയാളും അയാളുടെ കൂലിപ്പട്ടാളവും കുറച്ചുകൂടി മൂക്കണം, ചെറുക്കാമെങ്കിൽ ചെറുക്ക്. അവിടെ മതം തിരിഞ്ഞ് നിങ്ങൾ പാവങ്ങളെ പോയിന്റ് ബ്ലാങ്കിൽ നായാടിയെങ്കിൽ, വീണവന്റെ മതം ചെയ്യാത്ത ഞങ്ങൾ ഇന്ത്യക്കാർ രോഷത്തിൽ എരിയുന്നുണ്ടെങ്കിൽ, വിനാശകാലെ നിങ്ങൾ ചിന്തിച്ചത് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ചോരയാണെങ്കിൽ, കസൂരിയും അയാളുടെ മാസ്റ്റർ ബ്രെയിൻ തന്തമാരും ആയുഷണ്ണി കാത്തിരുന്നോ? വരുന്നുണ്ട് നിന്റെ കണ്ണാക്കിലേക്ക് റഫാൽ മൊറാഷ് തീർക്കുന്ന വെടിക്കെട്ട്. കൊറിയൻ സാമ്രാജ്യങ്ങൾക്ക് മുകളിലേക്ക് തീമഴ പെയ്യിക്കാൻ ലോകത്തെ എണ്ണം പറഞ്ഞ പട്ടാള ശക്തി, കൂടെ പറഞ്ഞ ചോരയ്ക്ക് പകരം ചോദിക്കാൻ ഞങ്ങളുടെ നെഞ്ചിലെ പ്രതികാരത്തിന്റെ സംഹാര ശക്തി. എന്റെ പൊന്നു കാശ്മീർ, ഒരു ബിഗ് സല്യൂട്ട്. ആ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും ഇന്ത്യയിലെ ഓരോ പൗരന്മാരും അത് പറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്കും അത് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ രോമം ഇങ്ങനെ എണീറ്റ് നിൽക്കും. രോമാഞ്ചം വരുന്നൊരു വാക്കുകളാണ് ഈ കാശ്മീരുടെ ഓരോ വാക്കുകളും. തീ പാർന്ന വാക്കുകൾ നമുക്ക് പറയാം, കടുകട്ടി വാക്കുകളും തീ പാർന്ന വാക്കുകളും. ആ വാക്കുകൾ മിസൈലിനേക്കാൾ വേഗത്തിലാണ് പാകിസ്ഥാന്റെ മുകളിലേക്ക് പതിക്കുന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ വാക്കുകൾ പറഞ്ഞ നമ്മുടെ ഹാഷ്മിക്ക് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇതേപോലത്തെയുള്ള മാധ്യമ പ്രവർത്തകരാണ് നമുക്ക് വേണ്ടത്. ഹാഷ്മിയുടെ ആ വാക്കുകൾ കേട്ടില്ലേ? അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ള കാര്യങ്ങളാണ് ഹാഷ്മി വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പാകിസ്ഥാനെതിരെ പാകിസ്ഥാൻ മറന്നിട്ടുണ്ടെങ്കിൽ, ചരിത്രം മറന്നിട്ടുണ്ടെങ്കിൽ എടുത്തു വെച്ചൊന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഇനി പഠിക്കാൻ അധികം സമയമൊന്നുമില്ലല്ലോ. അതിനു മുൻപ് നീയൊക്കെ ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് ഞങ്ങളുടെ ഇന്ത്യൻ സൈന്യം പ്രവർത്തിച്ചു തുടങ്ങും. അതുകൊണ്ട് ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. നീയൊക്കെ എണ്ണിപ്പറഞ്ഞ് കൊന്ന ഓരോ ആളുകൾക്ക് പകരം നിന്റെയൊക്കെ എത്ര ആളുകൾ അവിടെ മരിച്ചു വീഴുന്നുണ്ടെന്ന് എണ്ണിക്കോ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട്സ് നൗ. ഇന്ത്യൻ ആർമി ഇറങ്ങി തീർത്തിരിക്കും നിന്നെ എല്ലാത്തിനെയും. ഇപ്പൊ തന്നെ ഒരുപാട് നിലപാടുകൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അമിത്ഷായൊക്കെ പറയുന്നുണ്ട് ഇന്ത്യയിലുള്ള പാക് ജനതയെ മുഴുവനും നാട് കടത്തണം, ഇനി ഒരുത്തം പോലും ഇന്ത്യയിൽ വേണ്ട എന്നുള്ളത്. അതൊക്കെ സ്വാഗതാർഹമായ വാക്കുകൾ തന്നെയാണ്. ഇതൊക്കെ മുൻപേ വേണമായിരുന്നു. വർഗീയവാദികളെ അല്ലെങ്കിൽ തീവ്രവാദികളെ ഒരു കാരണവശാലും ഇന്ത്യയിലേക്ക് കയറ്റാനായിട്ട് അനുവദിക്കരുത്. അനുവദിച്ചതാണ് ഏറ്റവും വലിയ തെറ്റ്. അത് ഇനി ഉണ്ടാവാൻ പാടില്ല. ഇനിയുള്ളത് തിരിച്ചടിയായിരിക്കണം, മറുപടി ആയിരിക്കണമെന്ന് ഈ ഒരു സമയത്ത് പറയുകയാണ്. എന്തായാലും അവിടെ പൊലിഞ്ഞ ഓരോ ജീവനും മറുപടി കൊടുക്കാനായിട്ട് ഇന്ത്യൻ സൈന്യം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വളരെ നല്ലൊരു വാർത്ത തന്നെ കേൾക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ കാത്തിരിക്കുക.